അതിർവരമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ മനസ്സുകളുടെ കഥ പറയുന്ന അഡ്വക്കേറ്റ് കെ.എ. സലീമിന്റെ അതിർവരമ്പുകൾ എന്ന ചെറുകഥാ സമാഹാരം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ സംവിധായകൻ സിബി മലയിൽ MES സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹീമിന് ആദ്യപ്രതി നൽകിക്കൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ജസ്റ്റിസ് ശോഭ അന്നമ്മ സ്റ്റീഫൻ ചടങ്ങിന്റെ ഉദ്ഘാടനം ചെയ്തു. അതിർവരമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ മനസ്സുകളുടെ കഥ പറയുന്ന അഡ്വക്കേറ്റ് കെ.എ. സലീം രചിച്ച അതിർവരമ്പുകൾ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം MES സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹീമിന് ആദ്യ പ്രതി നൽകി പ്രസിദ്ധ സിനിമാ സംവിധായകൻ സിബി മലയിൽ പ്രകാശനം ചെയ്തു. സലീം ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ സലീം ഖാൻ ഇങ്ങനെ ഈ അക്കൗണ്ട്സ് വായിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് സലീം ഖാനോട് അങ്ങോട്ട് പറഞ്ഞു, ഉപദേശം കൊടുത്തു എന്ന് പറഞ്ഞു. സലീം ഖാൻ ഞാൻ ഉപദേശം കൊടുത്തു, സലീം ഖാൻ കുറച്ചും കൂടെ ഉഷാറായിട്ട് വേണം അക്കൗണ്ട്സ് വായിക്കാം. പിന്നെ സലീം ഖാനെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലായി എന്നെ ഒരു 10 മടങ്ങ് ഉപദേശിക്കാനുള്ള മരുന്നാണ് ഇങ്ങേരുടെ കയ്യിലുള്ളത്. ഞാനെന്തൊരു മണ്ടനായിപ്പോയി ഇങ്ങനെ ഉപദേശിച്ചതെന്ന്. അങ്ങനെ പരിചയപ്പെട്ടൊരു വ്യക്തിയാണ് സലീം ഖാൻ. ഒന്നാമത്തെ എൻ്റെ അസൂയയുടെ ഇരകൾ പാട്ടുകാരാണ്. എനിക്കൊരിക്കലും പറ്റാത്ത കാര്യമാണ് പാട്ട് പാടുക എന്നുള്ളത്. അപ്പം യേശുദാസ് തൊട്ട് ഇന്ന് നമ്മൾ റിയാലിറ്റി ഷോകളിൽ കാണുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവരോടൊക്കെ എനിക്ക് ഭയങ്കര അസൂയാണ്. രണ്ടാമത്തത് എഴുത്തുകാരാണ്. എനിക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയൊരു മേഖലയാണ് എഴുത്ത്. ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ശോഭ അന്നമ്മ സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു. സത്യത്തിൽ സലീമിന് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലെല്ലാം ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് അറിയാം, അല്ലാതെ കഥ ഇത്രയും ഭംഗിയായിട്ട് എഴുതുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒറ്റ അടികിയിരുന്ന് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അതിർവരമ്പുകൾ എന്നുള്ളൊരു പുസ്തകമാണ്. ഇന്ന് വരെ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയുന്നു, ഇന്ന് വരെ ഒരു പുസ്തകം എഴുന്നേൽക്കാതെ ഞാനിരുന്ന് വായിച്ചു തീർത്തിട്ടില്ല. ഈ ഒരു ബുക്ക് ഞാൻ എൻ്റെ കയ്യിൽ സലീം കൊണ്ട് തന്നു. പിറ്റേ ദിവസം ആസിഫ് എൻ്റെ അടുത്തൊന്നും ഒന്നും മേടിച്ചുകൊണ്ട് പോയി വായിക്കാൻ വേണ്ടി. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വൈകിട്ടിരുന്ന് ഒരൊറ്റ നേരം കൊണ്ട് അവിടെ ഇരുന്നിരിപ്പിന് വായിച്ചു തീർത്തതാണ്. വളരെ മനോഹരമായ കഥകൾ. കൊച്ചി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആസിഫ് കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം അഭിഭാഷകൻ എന്ന നിലക്ക് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം നല്ലൊരു സ്പോർട്സ്മാനാണ്, ഒരു ട്രെയിനർ ആൻഡ് കോച്ചാണ്. ഇത്രയും എല്ലാമാണ് ഞങ്ങൾക്കറിയാവുന്നത്. എന്നാൽ അദ്ദേഹം ഒരു പടി കൂടി കടന്ന് കോടതി ജീവിതവും മാത്രമല്ല, കോടതി കേസുകളും മാത്രമല്ല ജീവിതമെന്നും അദ്ദേഹത്തിന് മറ്റൊരു രചയിതാവെന്നുള്ള ഒരു കഴിവ് കൂടി അദ്ദേഹത്തിന് ഉള്ളതായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു പുസ്തക പ്രകാശനത്തിലൂടെയാണ്. മുൻ MLA ജോൺ ഫെർണാണ്ടസ് പുസ്തക പരിചയം നടത്തി. കൊച്ചിയിലെ മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഈ 5 കഥകൾ, അതിൽ ആധുനിക ചെറുകഥാകൃത്തുക്കൾ കാണിക്കുന്ന ചില ടിപ്പണികൾ അതൊന്നുമില്ല, നേരെ കഥ പറയുകയാണ്. സബ് ജഡ്ജ് ജസ്റ്റിസ് രജനി തങ്കപ്പൻ, നഗരസഭാ കൗൺസിലർ ഷൈനി മാത്യു, ചരിത്രകാരൻ ബോണി തോമസ്, മാക്ടാസ് സെക്രട്ടറി സോണി സായി, പ്രസാധകൻ CV ഹനീന്ദ്രൻ എന്നിവർ ആശംസ അറിയിച്ചു. ചടങ്ങിൽ സിബി മലയിലിന് കൊച്ചിയുടെ ആദരവ് നൽകി. ക്ലബ് പ്രസിഡന്റ് സാബു അലി, സെക്രട്ടറി നിഷാസ് PB എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് കൊച്ചിയിലെ ഗായകർ അവതരിപ്പിച്ച സംഗീത സദസ്സും അരങ്ങേറി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അത്യാവശ്യം മലയാള സാഹിത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്കും കഴിയുമെന്നുള്ളൊരു ധാരണയിൽ നടന്ന് തേവര കോളേജിൽ ചേർന്ന് ക്ലാസിക് നോവലുകളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് അന്ന് മനസ്സിലായി. പിന്നീട് ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഈ വായിച്ച് തീർന്ന നോവലുകളെ പോലെ ഒരു നോവൽ എഴുതണമെന്ന് ആഗ്രഹിച്ച് നോവലിന് പേരിട്ട്, ആ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഞാനത് എൻ്റെ ജീവിതത്തിൽ എഴുതി തീർക്കാൻ ആഗ്രഹിക്കുന്ന നോവലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.